ദേശീയപാത വികസന ജോലികൾ പൂർത്തിയാക്കുന്നതിന് മുൻപ് പെരിയ ചാലിങ്കാലിൽ ടോൾ പിരിവ് ആരംഭിക്കാൻ കരാർ കമ്പനിയുടെ നീക്കം. എന്നാൽ സർവീസ് റോഡുകളുടെ ഉൾപ്പെടെ നിർമ്മാണം പൂർത്തിയാക്കാതെ ടോൾ പിരിവ് ആരംഭിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് പ്രദേശവാസികൾ. ഇനി എങ്ങോട്ടെന്നും ഈ മുഖം തന്നെ കാണണമെന്ന് ഉറപ്പാണ്. 100%. 100 വർഷം സുമംഗലിയായിരിക്കട്ടെ. 100 വർഷങ്ങളായ ബന്ധങ്ങൾ, 100% ഉറപ്പ്. ഭീമയുടെ സംശുദ്ധി. ചെങ്കള മുതൽ തളിപ്പറമ്പ് വരെയുള്ള ദേശീയപാതയിലെ 2ാം റീച്ച് റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പലയിടത്തും ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പല ഭാഗങ്ങളിലും സർവീസ് റോഡുകളുടെ പണി പൂർത്തിയായിട്ടില്ല. ഇതിനിടയ്ക്കാണ് പെരിയ ചാലിങ്കാൽ പ്രദേശത്ത് ടോൾ പ്ലാസ സ്ഥാപിക്കാനും ടോൾ പിരിവ് ആരംഭിക്കാനുമുള്ള പ്രവർത്തനങ്ങൾ കരാർ കമ്പനി വേഗത്തിലാക്കുന്നത്. ടോൾ പ്ലാസയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രദേശത്തെ ചില പ്രാദേശിക റോഡുകൾ നിലവിൽ അടച്ചിട്ടിരിക്കുകയാണ്. ദേശീയപാതയോരത്തെ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും പ്രവേശിക്കാനുള്ള ലിങ്ക് റോഡുകൾ പലതും കൃത്യമായി നിർമ്മിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ടോൾ പിരിവ് ആരംഭിക്കുന്നതിന് മുൻപായി ഈ യാത്രാ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാണ് പ്രാദേശികമായി ഉയരുന്ന ആവശ്യം. ആദ്യഘട്ടത്തിൽ റോഡ് നിർമ്മാണം പൂർത്തിയായ കുമ്പള ആരിക്കാടി പ്രദേശത്ത് താൽക്കാലികമായി ടോൾ പിരിവ് ശ്രമം നടന്നിരുന്നു. എന്നാൽ ഇത് തലപ്പാടിയിൽ നിന്നുള്ള 60 കിലോമീറ്റർ ദൂരപരിധിയുടെ ലംഘനമായതിനാലും ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നതിനാലും ശക്തമായ ജനകീയ പ്രതിഷേധത്തിനിടയാക്കി. തുടർന്നാണ് ആരിക്കാടിയിലെ താൽക്കാലിക ടോൾ ബൂത്ത് ഒഴിവാക്കിയത്. ഇതിനുശേഷമാണിപ്പോൾ മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ കീഴിലുള്ള പെരിയ ചാലിങ്കാലിലെ സ്ഥിരമായ ടോൾ പ്ലാസയിൽ സജ്ജീകരണങ്ങൾ വേഗത്തിലാക്കുന്നത്. എന്നാൽ പുതിയ ടോൾ പ്ലാസ വരുന്നതോടെ പെരിയ കല്യോട്ട് തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് പോകുന്ന സ്വകാര്യ ബസ് സർവീസുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് പുതിയ യാത്രാ ക്രമീകരണങ്ങൾ ആവശ്യമായി വരും. നിലവിൽ ഈ ഭാഗങ്ങളിൽ ബസ്സുകൾക്ക് സർവീസ് റോഡ് വഴി സുഗമമായി കടന്നുപോകാനുള്ള സൗകര്യം പൂർണ്ണമായിട്ടില്ല. ടോൾ പിരിവ് ആരംഭിക്കുന്നതിനായി ക്യാമറയും ഫാസ്ടാഗ് സ്കാനറുകളും ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു. ജൂൺ മാസത്തോടെ ടോൾ പ്ലാസ പ്രവർത്തന സജ്ജമാക്കാനാണ് നീക്കം. എന്നാൽ പ്രദേശവാസികളുടെ അടിയന്തര യാത്രാ സൗകര്യങ്ങളും സർവീസ് റോഡുകളും പൂർത്തിയാക്കിയ ശേഷമേ ഇവിടെ ടോൾ നടപടികളിലേക്ക് കടക്കാവൂ എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നാട്ടുകാർ. റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നും നാട്ടുകാരുടെ യാത്രാക്ലേശം പൂർണ്ണമായി പരിഹരിച്ച ശേഷം മാത്രമേ ടോൾ നടപടികളിലേക്ക് കടക്കാവൂ എന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.